അസ്സാം വലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റാലിയൻ ഡിഷായിട്ടുള്ള ലസാനിയ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. അതിനായി ആദ്യം തന്നെ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് പാൻ ചൂടാക്കുന്നു, 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. എന്നിട്ട് ബട്ടർ ഒത്തിരി മെൽട്ടായി തുടങ്ങുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോറോ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഏകദേശം മെൽട്ടായി ഈ ഫ്ലോറായിട്ടൊക്കെ ഒന്ന് മിക്സ് ആകുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ മിൻസ്ഡ് ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളും ഇതുപോലെ ഒന്ന് കുക്കായി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊരു വെന്ത സ്മെല്ലൊക്കെ വരുമ്പോൾ, അതുപോലെ ഈ വീറ്റ് ഫ്ലോറും തന്നെ നല്ല വെന്തു നമുക്ക് സ്മെല്ലിൽ നിന്ന് മനസ്സിലാവും. ആ സമയത്ത് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുകൊണ്ട് തന്നെ നന്നായിട്ട് നിർത്താണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കട്ടയെല്ലാം ഉടഞ്ഞ് ഈ പാല് തിക്കായി കൊണ്ടുവരും. ഈ സമയത്ത് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചില്ലി ഫ്ലേക്സ്, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാല് ഭയങ്കരമായിട്ട് ടൈറ്റനാവാൻ വേണ്ടി നിൽക്കരുത്, കാരണം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ചൂടാറുമ്പോൾ ഇത് ഒന്നുകൂടി ടൈറ്റ് ആവാനുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് നന്നായിട്ട് ഇതിൽ അരിഞ്ഞ് ചേർന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള സോസാണ് വേണ്ടത്. ഭയങ്കര തിക്കനായാൽ ഇത് ബ്രെഡിൻ്റെ ഒരു ലെയറിൽ തേച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ വെജിറ്റബിൾ മസാല ഉണ്ടാക്കണം. അതിന് പാൻ എടുക്കാം. 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വെളുത്തുള്ളി സെറ്റാകുമ്പോൾ നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഒന്ന് വഴണ്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. നല്ല ഓയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊരു ഫ്രൈ ആക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ബോൺലെസ് ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ ബ്രസ്റ്റ് പീസ് എടുക്കുന്നതിന് പകരം എല്ലിൽ നിന്ന് പീസ് എടുത്തിട്ടാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. അതിന് ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് കേട്ടോ. പിന്നെ 1.5 തക്കാളി മിക്സിയിൽ അരച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർക്കേണ്ടത് ചെറുതായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്ന് ഒന്ന് എണ്ണ തെളിയുമ്പോഴാണ്. ശേഷം ഈ തക്കാളി നന്നായിട്ട് വെന്താൽ 1 കപ്പ് ക്യാരറ്റും 1.5 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റും ക്യാപ്സിക്കം ഇടുമ്പോൾ ഇവിടെ ബാക്കി എല്ലാതും നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കം നന്നായിട്ട് വേവണമെന്നില്ല, കാരണം ഈ മിക്സ് ബ്രെഡിൻ്റെ മേലെ ലെയറാക്കി കൊടുത്ത് ബേക്ക് ചെയ്യാൻ വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തവയിൽ കുക്ക് ചെയ്യുകയാണല്ലോ ചെയ്യുക. ആ സമയത്ത് ഇവ ആവശ്യത്തിന് വെന്തോളും. ഈ മസാല നിർത്താണ്ട് ഇളക്കി കൊടുത്ത് ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് കുക്കായി. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. ഇപ്പോൾ മൊസറല്ല ചീസ് 1 ബൗൾ നിറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചതുണ്ട്. വൈറ്റ് സോസും റെഡിയായി, അതുപോലെ ചിക്കൻ മസാല റെഡിയായി. ഇനി മറ്റ് നല്ല അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡിൻ്റെ ഒരു ലെയർ, ഈ വൈറ്റ് സോസിൻ്റെ ഒരു ലെയർ, ചിക്കൻ മസാലയുടെ ഒരു ലെയർ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഈ ബ്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലസാനിയ ഷീറ്റ്സാണ് ശരിക്കും ഒതൻറ്റിക്കായിട്ട് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ അതില്ല. ടൊമാറ്റോ സോസ് ഞാൻ ഹോം മെയ്ഡാണ് കേട്ടോ. ടൊമാറ്റോ സോസും ഈ വൈറ്റ് സോസും ചേർത്തിട്ട് പാനിൽ ബോട്ടം ലെയർ കൊടുക്കുക. ബ്രെഡ് മാത്രം വെക്കുമ്പോൾ എന്താ വെച്ചാൽ ബ്രെഡ് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ താഴെ ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും വരില്ല, പക്ഷെ കാണാൻ ഇത്തിരി ഭംഗിക്കായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. സൈഡ് കളയേണ്ടവർ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് കളയാം. ശേഷം ഫസ്റ്റ് ലെയർ ബ്രെഡായി. ഇനി വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക. വൈറ്റ് സോസ് ഇത്രയ്ക്ക് ടൈറ്റ് ആവരുതായിരുന്നു, കുറച്ച് ലൂസ് ആവുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വല്ലാണ്ട് തിക്കാൻ നമ്മൾ നിൽക്കണ്ട. അപ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. സൈഡെല്ലാം നമുക്ക് ബ്രെഡിൻ്റെ ചെറിയ പീസുകൾ കൊണ്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് സോസ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയും ഈവണായിട്ട് തന്നെ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് മുകളിൽ മൊസറല്ല ചീസ് അത്യാവശ്യം ലാവിഷായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ ഒറിഗാനോ ചീസ് ഇനിയും ഇടണമെങ്കിൽ ഇടാം. അതുപോലെ ചില്ലി ഫ്ലേക്സും കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയിൽ മുളകും പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തു വെച്ചിട്ട് ഒരു പ്രശ്നമില്ല, കാരണം ഈ ബ്രെഡിൻ്റെ ലെയറും വൈറ്റ് സോസിൻ്റെ ലെയറും വരുമ്പോൾ എരിവ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മസാലയിൽ കുറച്ച് കൂടുതൽ എരിവ് നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ.
സെക്കൻഡ് ലെയറും ബ്രെഡ് വെച്ച് കൊടുക്കാം, വൈറ്റ് സോസും ചേർത്ത് കൊടുക്കാം, ചിക്കൻ വെജിറ്റബിൾ മസാലയും ചേർത്ത് കൊടുക്കാം, മൊസറല്ല ചീസും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 ലെയറോടെ ലസാനിയ സെറ്റായി. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാൻ എന്നുള്ളത് തന്നെ ഉള്ളൂ. ഈ ലസാനിയ വെജിറ്റബിൾസ് മാത്രം ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിൽ ഏത് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത്, പൊട്ടാറ്റോ, കോളിഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് കൂടെ ചെയ്യുള്ളൂ, കുറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെജിറ്റബിൾ മസാലയുടെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട ശേഷം ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുത്തു. ഒറിഗാനോക്ക് പകരം പിസ്സ സീസണിങ് ചേർക്കാം. ഇനി കുക്ക് ചെയ്യുമ്പോഴേ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കൊരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ വെന്തു എന്നുള്ള സൈന് മുകളിലെ മൊസറല്ല ചീസ് എല്ലാം മെൽട്ടായി കിട്ടലാണ്. ഉള്ളിൽ കുക്ക് ചെയ്യാനൊന്നും കിടക്കുന്നില്ലല്ലോ, കാരണം ബ്രെഡ് ആൾറെഡി കുക്ക്ഡാണ്, വൈറ്റ് സോസ് കുക്ക്ഡാണ്, ചിക്കൻ മസാല എല്ലാം കുക്ക്ഡാണ്. സോ നമ്മുടെ മൊസറല്ല ചീസ് മെൽട്ടായി കഴിഞ്ഞോ ഈ ലസാനിയ റെഡിയായി. ശരിക്കും പറഞ്ഞാൽ പിസ്സയെക്കാളിലും ഒരു പടി മുന്നിൽ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇത് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ഒരു റെസിപ്പി ബ്രെഡായിട്ടോ അല്ലെങ്കിൽ ബണ്ണ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലസാനിയ ഷീറ്റ് അതായത് പാസ്ത ഷീറ്റ്സ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ടോ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.